എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ചു തുടങ്ങിയത് സൃഷ്ടിപ്രക്രിയയിലൂടെ ശരീരത്തിന് ശരിയായ ഭാരവും രൂപവും നേടാൻ എന്തൊക്കെ ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അതിൽ ആദ്യത്തെ ഘട്ടം ആവശ്യപ്പെടുക എന്നതാണ്. അതിനുവേണ്ടി മുൻപ് നിങ്ങൾക്ക് നല്ല ഉത്തമമായ ഭാരം ഉണ്ടായിരുന്ന കാലത്തെ ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് ശേഖരിക്കുക. ഇടയ്ക്കിടെ അത് നോക്കുക. ഇനി രണ്ടാമത്തെ ഘട്ടം വിശ്വസിക്കുക. നിങ്ങൾ അത് നേടും എന്നും ഒത്ത ശരീരം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്നും വിശ്വസിക്കണം. നിങ്ങളുടെ ശരീരം ഇപ്പോൾ ശരിയായ വണ്ണവും ഭാരവും ആണെന്ന് സങ്കല്പിക്കുക, ഭാവിക്കുക, നടിക്കുക. നിങ്ങൾ ലക്ഷണമൊത്ത ശരീരം നേടിയതായി മനസ്സിൽ കാണുക. നിങ്ങൾക്കാവശ്യമായ ശരിയായ ഭാരം കടലാസിൽ എഴുതി ഭാരം നോക്കുന്ന ഉപകരണത്തിൽ ഒട്ടിച്ചു വയ്ക്കുക. അല്ലെങ്കിൽ ഭാരം നോക്കാതിരിക്കുക. നിങ്ങളുടെ ചിന്തയോ വാക്കോ പ്രവൃത്തിയോ നിങ്ങൾ ആവശ്യപ്പെട്ടതിന് വിരുദ്ധമാകരുത്. നിങ്ങളുടെ ഇപ്പോഴത്തെ തടിക്കൊത്ത വസ്ത്രങ്ങൾ വാങ്ങരുത്. വിശ്വാസമർപ്പിച്ച് നിങ്ങൾ ശരിയായ ഭാരം കൈവരിച്ചു കഴിഞ്ഞാൽ വാങ്ങുന്ന വസ്ത്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ലക്ഷണമൊത്ത ശരീരത്തെ ആകർഷിച്ചെടുക്കുക എന്നത് പ്രപഞ്ചത്തിൻ്റെ കാറ്റലോഗിൽ നോക്കി ഓർഡർ കൊടുക്കുന്നത് പോലെ തന്നെയാണ്. കാറ്റലോഗ് മറിച്ചു നോക്കി നിങ്ങൾ ശരിയായ ശരീരഭാരം തിരഞ്ഞെടുത്ത് ഓർഡർ കൊടുത്താൽ അത് നിങ്ങൾക്ക് എത്തിച്ചു തരുമല്ലോ. നിങ്ങൾ സങ്കല്പിക്കുന്ന പോലെയുള്ള ലക്ഷണമൊത്ത ശരീരമുള്ള ആളുകളെ കാണാൻ ശ്രമിക്കുകയും കണ്ടാൽ ആരാധിക്കുകയും മനസ്സിൽ പ്രശംസിക്കുകയും ചെയ്യുമെന്ന് നിശ്ചയിക്കണം. അങ്ങനെയുള്ളവരെ തിരിഞ്ഞു കണ്ടുപിടിച്ച് അവരെ ആരാധിക്കുമ്പോൾ ആ വികാരം നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ അതിനെ നിങ്ങളിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. തടിയും ഭാരവും കൂടുതലുള്ള ആളുകളെ കണ്ടാൽ ശ്രദ്ധിക്കരുത്. ഉടനെ നിങ്ങൾ വടിവൊത്ത ശരീരമുള്ള നിങ്ങളുടെ രൂപം മനസ്സിൽ കാണുക, അത് അനുഭവിക്കുക. ഘട്ടം 3 സ്വീകരിക്കുക എന്നതാണല്ലോ. നിങ്ങളുടെ മനസ്സിൽ സുഖാനുഭവം ഉണ്ടാകണം. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ സുഖകരമായ വികാരം ഉണ്ടാവണം. ഇത് വളരെ പ്രധാനമാണ്. കാരണം നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് മനസ്സിൽ മോശമായ വികാരം നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലക്ഷണമൊത്ത ശരീരത്തെ ആകർഷിക്കാൻ കഴിയില്ല. സ്വന്തം ശരീരത്തെക്കുറിച്ച് മോശമായ വികാരമാണ് ഉള്ളിലുള്ളതെങ്കിൽ അത് ശക്തമായ വികാരമായിരിക്കും. അതുമൂലം നിങ്ങൾ വീണ്ടും വീണ്ടും അതുപോലുള്ള വികാരങ്ങളെ ആകർഷിക്കും. സ്വന്തം ശരീരത്തെ ദോഷദൃഷ്ടിയോടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ശരീരം നന്നാക്കിയെടുക്കാൻ കഴിയില്ല. വാസ്തവത്തിൽ അത് കൂടുതൽ ഭാരത്തെ ആകർഷിച്ചു വരുത്തുകയാണ് ചെയ്യുക. സ്വന്തം ശരീരത്തിൻ്റെ ഓരോ ഇഞ്ചിനെയും സ്തുതിക്കുക, പ്രശംസിക്കുക. ഇതിൻ്റെ ബാക്കി ഞാൻ നാളെ തുടർന്ന് വായിക്കുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.